എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇതൊരു ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ATM കാർഡുകൾക്ക് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകൾ ഇവിടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു വാലിഡിറ്റി ഡേറ്റ് ഉണ്ട്. അതായത് സാധാരണ ഇങ്ങനെയുള്ള കാർഡുകൾക്കൊക്കെ 5 വർഷമാണ് വാലിഡിറ്റി കൊടുക്കാറ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ കാർഡുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഏതൊരു അഡ്രസ് പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു അഡ്രസ്സിലേക്ക് ഈ പുതിയ കാർഡ് ഇഷ്യൂ ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം കുറച്ച് കാലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ വാലിഡിറ്റി തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് പല കാര്യങ്ങളുകൊണ്ടാണ്. ഒന്ന് എന്ന് പറയേണ്ടത് നിങ്ങളിപ്പം അഡ്രസ്സൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് പിന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളുണ്ട് മറ്റൊരു സ്റ്റേറ്റിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ മാറുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ അതുപോലെ ഈ ഒരു അക്കൗണ്ട് ഹോൾഡർ ചിലപ്പോൾ മരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ഈ ഒരു സാധനം, അതായത് ഇതിൻ്റെ ആക്ച്വൽ ഓണർക്ക് കൈപ്പറ്റാൻ പറ്റാണ്ട് ഇത് തിരിച്ച് ബാങ്കിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകാറ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ബാങ്കിന് ഈ ഒരു പുതിയ ATM കാർഡിൻ്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നഷ്ടങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം ഈ ഒരു വാലിഡിറ്റി തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പുതിയ അഡ്രസ്സ് അല്ലെങ്കിൽ അവർ KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് SBI ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് YONO SBI എന്ന് പറഞ്ഞിട്ട് SBIൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാനിത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ കൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം എല്ലാ ആപ്ലിക്കേഷനും മോസ്റ്റ്ലി എല്ലാ ബാങ്ക് ആപ്ലിക്കേഷനും ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് വേണമെന്നേ ഉള്ളൂ, അത് നിർബന്ധമാണ്. അപ്പോൾ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കാർഡ് നഷ്ടപ്പെട്ടു പോയാലോ, ഇല്ലെങ്കിൽ ആരും ഹാക്ക് ചെയ്തില്ല ഹൈജാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പുതിയ കാർഡ് നിങ്ങൾക്ക് പിന്നെ ഇഷ്യൂ ചെയ്ത് കിട്ടാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്യാനോ ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ SBIൻ്റെ YONO ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പുതിയ ATM കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് നിർബന്ധമാണ്. അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ SBIയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം YONO SBI എന്ന് പറഞ്ഞിട്ട് SBIയുടെ ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്രെഡൻഷ്യൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകേണ്ടത് സൈഡിലിവിടെ ആ ഒരു 3 ലൈൻ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അവിടെയാണ് ഇതിൻ്റെ മെയിൻ മെനു വരുന്നത്. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ATM ഓർ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് ഇവിടെ അടിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നതാണ്. അവിടെ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ പോകുമ്പോൾ 4 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന് ബ്ലോക്ക് കാർഡ്, മാനേജ് കാർഡ്, ഇല്ലെങ്കിൽ റിക്വസ്റ്റ് ഓർ റീപ്ലേസ്മെൻറ്റ്, ഇല്ലെങ്കിൽ ആക്ടിവേറ്റ് കാർഡ്. ഇങ്ങനെ 4 സംഭവങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ടിവേറ്റ് കാർഡ് ഓപ്ഷൻ ഉപയോഗിക്കുക. പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് കാർഡ് ഓപ്ഷൻ ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാർഡ് എന്തെങ്കിലും കാരണവശാലും നഷ്ടപ്പെടുകയോ അതുപോലെ എന്തെങ്കിലും ഓൺലൈൻ തട്ടിപ്പ് അതുപോലെ ഹൈജാക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കാർഡിൻ്റെ യൂസേജും മറ്റു കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അടുത്ത് കാണുന്നതാണ് ഞാൻ പറഞ്ഞത്. അതായത് എപ്പോഴെങ്കിലും നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ട് പുതിയ കാർഡ് എടുക്കണ്ടെങ്കിലോ അല്ലെങ്കിൽ വാലിഡിറ്റി കഴിഞ്ഞതിന് ശേഷം പുതിയ കാർഡിന് അപ്ലൈ ചെയ്യാനും ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഇവിടെ കാണിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നെയിം ഓൺ ദ കാർഡ്, അതായത് നിങ്ങളുടെ കാർഡ് ഏത് പേരിലാണ് നിങ്ങൾക്ക് പിന്നെ വരേണ്ടത് ആ ഒരു ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിപ്പോൾ ഞാൻ എൻ്റെ പേര് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ സെലക്ട് ദ ടൈപ്പ് ഓഫ് കാർഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയ, അതായത് നിങ്ങൾക്ക് എലിജിബിൾ ആയ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലേതാണ് കാർഡ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വിസേൻ്റെ കോൺടാക്ട് ലെസ് ഉണ്ട്, റൂപേ ഉണ്ട്, വിസ ഗ്ലോബൽ. വിസ ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കാർഡുകളാണ്. അങ്ങനത്തെ മാസ്റ്റർ കാർഡ് പല സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വിസ കോൺടാക്ട് ലെസ് ആണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഇവിടെ കാണിക്കും. അപ്പോൾ ആ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മുടെ കാർഡ് ഡെലിവറി ആകുന്നത്. പിന്നെ ഏതെങ്കിലും നിങ്ങൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും
കറസ്പോണ്ടൻസ് അഡ്രസ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അഡ്രസ്സും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് എൻ്റെ ആ ഒരു അഡ്രസ്സ് കണ്ണൂരിലുള്ള അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇവിടെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നെക്സ്റ്റ് ബട്ടൺ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, അതുവരെ ഉണ്ടാവില്ല. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് ബട്ടൺ ആക്ടിവേറ്റ് ആകുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP ഇവിടെ വന്നിട്ടുണ്ട്, അത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം താഴെ നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ കിട്ടുന്നതാണ്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി പ്രോസസ്സിങ് യുവർ കാർഡ് റിക്വസ്റ്റ് വിത്ത് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പുതിയ കാർഡ് ഇല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ എല്ലാ ബാങ്കുകൾക്കും ഈ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണെന്ന് ഓൺലൈനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സർവീസ് മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് പഴയ കാർഡ് റീപ്ലേസ് ചെയ്യാനും അതുപോലെ റിന്യൂ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ആ നോട്ടിഫിക്കേഷൻ ഓളൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയം വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.